എഞ്ചിനീയറിംഗ് സ്ട്രീം തന്നെ ഏതാണ് എനിക്കൊരു താല്പര്യം. ഫിസിക്സും മാത്സും കെമിസ്ട്രിയായ ഏതാ ഏറ്റവും ഇഷ്ടം? ഫിസിക്സ് ആണ് ഇഷ്ടം. മെക്കാനിക്കൽ ആണ് ഏറ്റവും കൂടുതൽ ഫിസിക്സ് വരുന്നത്. പിന്നെ വരുന്ന ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും ആണ്. അപ്പൊ മെക്കാനിക്കൽ സ്കോപ്പ് കുറവാണെന്നൊക്കെ ഈ ഇന്ത്യയിൽ ഏത് എഞ്ചിനീയറിംഗ് എടുത്താലും കമ്പ്യൂട്ടർ സയൻസ് അടക്കം 3 ലക്ഷം പേരോളം എഞ്ചിനീയേഴ്സ് ആയിട്ട് പുറത്തു വരുന്നുണ്ട് പാസ്സായിട്ട്. ഒരു 2 ലക്ഷം ആൾക്കാർ തോറ്റു പോകുന്നുണ്ട്. അപ്പൊ ഈ 3 ലക്ഷത്തില് ഏകദേശം 3000 പേർക്കേ ജോലി കിട്ടാറുള്ളൂ. അത് ഏത് പഠിച്ചാലും ഏതൊരാൾക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് കമ്പ്യൂട്ടർ സയൻസ്. മെക്കാനിക്കൽ പഠിച്ചവനും കമ്പ്യൂട്ടർ സയൻസ് ആവും. അല്ല, അവന് ജോലി ചെയ്യുന്നത് അങ്ങനെയാണ്. മെക്കാനിക്കൽ പഠിച്ചുകൊണ്ട് മെക്കാനിക്കൽ ജോലി അല്ല ചെയ്യാം. അവരൊക്കെ സെലക്ട് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസിന് വേണ്ടിയിട്ടാണ് അവസാനം ചിലപ്പോൾ. ഇപ്പൊ ഞാൻ മാത്തമാറ്റിക്സും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും ആണ് PhD. മെക്കാനിക്കൽ ഫുൾ മെക്കാനിക്സ് ആണ്. പക്ഷെ ഞാൻ പഠി ചെയ്തതൊക്കെ കമ്പ്യൂട്ടറിലാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി എല്ലാവരും ചെയ്യേണ്ടത് കമ്പ്യൂട്ടർ സയൻസ് ആണ്, അത് എന്ത് ജോലിയായാലും. പക്ഷെ മെക്കാനിക്കൽ ചെയ്താൽ മെക്കാനിക്കൽ അപ്ലിക്കേഷനുള്ള എഞ്ചിനീയറിംഗിലേക്ക് പോകാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പൊ നമ്മൾ കുറച്ചും കൂടി സ്പെഷ്യലൈസ്ഡ് ആവും. പിന്നെ കോർ എഞ്ചിനീയറിംഗ് ആണ് മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്. ആ എഞ്ചിനീയറിംഗിനാണ് ബാക്കിയുള്ളതിലേക്ക് ചാടാൻ എളുപ്പം. ഇപ്പൊ മെക്കാനിക്കൽ കഴിഞ്ഞ് എൻ്റെ മകൻ അത് കഴിഞ്ഞ് മെറ്റീരിയൽ സയൻസ് പഠിച്ച് അത് കഴിഞ്ഞപ്പോൾ ന്യൂക്ലിയർ ഫിസിക്സിലാണ് വർക്ക് ചെയ്യുന്നത്, ന്യൂക്ലിയർ സയൻസിൽ. ഓക്കെ. അതേ സമയത്ത് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ വേറെ സ്പെഷ്യലൈസേഷനിലൊന്നും പോകാൻ പറ്റില്ല ജീവിതത്തിൽ. അത് വേറെ അത്തരം ബാങ്കിങ്ങിന്റെ അപ്ലിക്കേഷൻ അതൊക്കെ കൊമേഴ്ഷ്യൽ അല്ലേ. അയാൾ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് ആണെങ്കിൽ ഓരോ സമയത്തും ചെയ്യുന്ന പ്രോജക്റ്റുകൾ വ്യത്യസ്തമായിരിക്കും. പക്ഷെ അത് എഞ്ചിനീയറിംഗുമായിട്ടും പഠിച്ച ഫിസിക്സുമായിട്ടും മാത്സുമായിട്ടൊന്നും ബന്ധമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പറ്റുന്നതും വലിയ പാതയിലൂടെ പോവാതെ ചെറിയ പാതയിലൂടെ പോയി കുറച്ച് കഴിയുമ്പോൾ വലിയ പാതയിൽ പോവാണ് നല്ലത്. ഓക്കെ. പക്ഷെ ഇതൊക്കെ ഓൺലൈനായിട്ട് കുറേ കോഴ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള. പക്ഷെ മെക്കാനിക്കൽ പഠിക്കുന്ന ഒരാൾക്ക് മെക്കാനിക്കൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അത് ക്ലാസ്സിലിരുന്നേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ക്ലാസ്സിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ ബിടെക് സെലക്ട് ചെയ്യുമ്പോൾ പഠിക്കാം. പിന്നെ ഏത് പഠിക്കുന്നു, എവിടെ പഠിക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. മെക്കാനിക്കൽ കിട്ടിയത് IIT-യിലാണോ അതോ കമ്പ്യൂട്ടർ സയൻസ് കിട്ടുന്നത് തൊട്ടടുത്തുള്ള കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജാണോ എന്ന് ആലോചിക്കാം. കമ്പ്യൂട്ടർ സയൻസ് ആണ് നല്ലതുകൊണ്ട് കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജ് പോയി ചേർന്നാൽ മെക്കാനിക്കൽ കിട്ടിയ IIT-യേക്കാളും ഭേദാവെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് ഏത് കിട്ടി എവിടെ കിട്ടി എന്നുള്ളത് നോക്കിയിട്ട് തീരുമാനിക്കുക. അത് പിന്നെ തീരുമാനിച്ചാൽ അതിനെ പണ്ട് ഇപ്പം മോനെ വിളിക്കുക ഋഷിൻ എന്നാ. ഋഷിൻ ഇപ്പൊ വേവലാതിപ്പെടണ്ട. എല്ലാ അഡ്മിഷൻസിനും എല്ലായിടത്തും അപ്ലൈ ചെയ്യുക, എല്ലാ കോളേജും അപ്ലൈ ചെയ്യുക. എവിടെയെങ്കിലൊക്കെ കിട്ടിയിട്ട് ബിടെക് എഞ്ചിനീയർ ആവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് IIT കിട്ടിയാലും സാധാരണ കോളേജിൽ കിട്ടിയാലും ഇന്റർവ്യൂവിന് പോകുമ്പോഴും എക്സാം എഴുതുന്നതും നമ്മുടെ കേപ്പബിലിറ്റി നോക്കിയിട്ടാണ്, സ്കില്ല് നോക്കിയിട്ടാണ്. അതിന് ഇഷ്ടം പോലെ എക്സ്ട്രാ കോഴ്സ് ചെയ്യാൻ പറ്റും. അത് ഓൺലൈനായിട്ട് ഇഷ്ടംപോലെ കോഴ്സുകളുണ്ട്. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്, ഉഡാമി, കോഴ്സറ. ഇപ്പം നോക്കണ്ട അതൊക്കെ എഞ്ചിനീയറിംഗ് കഴിയുമ്പോൾ ഋഷിൻ ചേരുമ്പോൾ നമുക്ക് പഠിപ്പിച്ചു തരാം. നമ്മൾ മുഖതാവ് കാണുമല്ലോ എപ്പോഴെങ്കിലും. ഓക്കെ. ഇപ്പൊ ഇഷ്ടംപോലെ എക്സ്ട്രാ കോഴ്സുകൾ ചെയ്താൽ ലോകത്തിലെ ആരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന കഴിവുണ്ടാക്കാൻ പറ്റും. അപ്പൊ സ്കില്ലാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. ലോകത്തിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ MBA ആണ്. അവിടെ പഠിച്ചതിൽ 25% പേർക്കേ ജോലി കിട്ടുന്നുള്ളൂ. അവിടെ 2 കോടി ഉറുപ്പ്യൊക്കെയാണ് പിന്നെ അവിടെ ഫീസ്. അപ്പോ പഠിക്കുന്ന കോഴ്സോ പഠിക്കുന്ന കോളേജോ യൂണിവേഴ്സിറ്റിയോ അല്ല പ്രാധാന്യം, അവനവൻ ഉണ്ടാക്കിയെടുക്കുന്ന അറിവാണ് പ്രാധാന്യം. ഇന്നത്തെ കാലത്ത് അതാണ്. പണ്ടങ്ങനെയല്ല. ഇന്ന് അത്തരം കഴിവുകൾ ഇല്ലെങ്കിൽ അവർക്ക് ജോലി കിട്ടില്ല. അതുകൊണ്ട് അത്ര കോഴ്സ് ഉണ്ടാക്കിയിട്ട് എത്ര പഠിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. അതുണ്ടാക്കിയെടുക്കാൻ സാധിക്കണം, അതാണ് വേണ്ടത്. ഇത് അതുപോലെ ഇട്ടോട്ടെ, ഞാൻ യൂട്യൂബിൽ ഇട്ടോട്ടെ.
വീഡിയോ വേണ്ട, വീഡിയോ പേരും കട്ട് ചെയ്താൽ മതി. ഓക്കെ, ശരി. ബാക്കിയെല്ലാം കോൺവെർസേഷനുണ്ട്. സൗണ്ട് വരാലോ? അതുകൊണ്ട് വരെ കുഴപ്പമില്ല. ശരി.